ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞ ഒരു കേരളത്തിലാണോ എന്ന് സംശയം തോന്നിക്കുന്ന ഈ പറയുന്ന ഈ കൊടൂര ക്രൂരകൃത്യങ്ങളുടെ കഥകൾ പുറത്തറിയാൻ ഒരു 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വന്നു. ജോർജ് ജോസഫ് ആർക്കറിയാം ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ റാമുമാർ ഏതൊക്കെ ഈ പറയുന്ന അധ്യാപകർ പിള്ളേരെ ഇത്തരത്തിൽ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുന്നു, ജാതിവെറി കാണിക്കുന്നു, നമുക്കിപ്പോഴും അജ്ഞാതമാണ്. ഒരു സംവിധാനം ഉണ്ടാവണ്ടേ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്കിനെ ബാധിക്കാത്ത രീതിയിൽ കുട്ടികൾക്ക് ഭയമില്ലാതെ പറയാനുള്ള ഒരു ഓൺലൈൻ സംവിധാനങ്ങളും ഉണ്ടാവണ്ടേ ജോർജ് ജോസഫ്? അത് ഉണ്ടാവാത്തത് എന്താണ്? അതെ, നമുക്ക് പൂക്കോട്ടൂര് സംഭവത്തിൽ ശക്തമായ നടപടിയില്ലല്ലോ. യവന്മാർക്ക് തോന്നിയാസം കാണിക്കാമല്ലോ. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു കൗണ്ടർ ഉണ്ടാക്കിയത് കണ്ടില്ലേ? അവർ ഒരു ലോൺ ആപ്പിൻ്റെ ഒരു കൗണ്ടർ അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്ത് അത് പോലീസല്ലേ അടിയന്തരമായിട്ട് ഈ കേസിൽ അന്വേഷണം അവിടെ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം. ഒന്ന്. രണ്ടാമത് SC/ST ആക്ടിൻ്റെ വകുപ്പൂടെ ചേർത്തും അതോടൊപ്പം തന്നെ അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് അത് 307, 308 BNS അതുകൂടെ ചേർക്കണ്ടേ? അത് തന്നെയല്ല, ആ പ്രിൻസിപ്പൾ വിളിച്ചു വരുത്തിയ സമയത്ത് എത്ര സാറന്മാർ അവിടെ ഉണ്ടോ അത്തരം പേരെ പ്രതിയാക്കണം. കാരണം അവരെല്ലാം ഈ കൊച്ചിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരാണ്. അങ്ങനെയല്ലേ അന്വേഷണം മുന്നോട്ട് പോകണ്ടേ? അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി ഇപ്പോഴേ കൊടുത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിലോട്ട് പോട്ടെ. കാരണം നമുക്ക് പൂക്കോട്ടൂരിലെ സംഭവം നമ്മളൊരു പാഠം പഠിച്ചു. ആ കൊച്ചു വേദിച്ച് അത് മുഴുവൻ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ഇന്ന് വരെ ആ അമ്മയുടെ കരച്ചിൽ നമുക്ക് മാറ്റാൻ പറ്റിയില്ല. ആ കൊച്ചിനെ അവിടുത്തെ സാറുമാരെല്ലാം കൂടി കൊന്നു. ഇവിടെ അത് തന്നെയല്ലേ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം അടിയന്തരമായിട്ട് മാറ്റണം. അവിടുത്തെ SP കീഴിലുള്ള അന്വേഷണം നടക്കില്ല. അത് ക്രൈംബ്രാഞ്ചിലേക്ക് അടിയന്തരമായിട്ട് മാറ്റണം. മറ്റൊന്ന്, ഇതിനകത്ത് SC/STയുടെ കൃത്യമായ വകുപ്പിനകത്ത് ഇടണം. അതുപോലെ തന്നെ അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡ് ഇടണം. ലോൺ ആപ്പിൽ ആരാണ് ആ ലോൺ കൊടുത്തത് അവന്മാരെ കൂടെ ഇതിനകത്ത് പ്രതിയാക്കി ആ സൂക്കേട് കൊടുത്ത് തീർക്കണം. ഇങ്ങനെയാണ് അന്വേഷണം പോകേണ്ടത്. അതിനൊക്കെ പോലീസ് ധൈര്യം കാണിക്കണ്ടേ? നിർദ്ദേശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഒരു പയ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ കാര്യമുണ്ടോ അവിടെ? അതിന്റെ കൂടെ അന്വേഷണം പോരെ? ഈ പറയുന്ന ഉദ്ദേശം അതാ ഞാൻ തുടക്കം പോലെ പറയുന്നത്. FIR ഇടേണ്ട ആവശ്യമില്ല. ഇത് ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്തില്ലേ ഇവര്? ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. വികലമായി അന്വേഷണം നടത്തി ഒരു കുട്ടി വീണ് മരിച്ച് അത്രയും വിവരമുള്ളതെന്ന് പറയുന്ന ആൾക്കാരെല്ലാം കൂടി അതിനെ ഒരു സൂയിസൈഡിലേക്ക് നയിച്ച് അതിന് കാരണക്കാരായ ആൾക്കാരെ അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ ഇത്. അത് ഈ കേസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ പോരെ? ഇവരൊക്കെ ആരാണ് അന്വേഷണം പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയന്തരമായിട്ട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. നമുക്ക് നേരത്തെ 3 വർഷം മുമ്പ് നമ്മൾ ഇത് അനുഭവിച്ചതാണ്. ആ അമ്മയുടെ വിലാപമൊക്കെ ഇപ്പോഴും കേട്ടോണ്ട് അതിലേക്കൊന്നും പോകരുത്. ഇതെങ്കിലും കൃത്യമായിട്ട് പോയി യവന്മാരെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ശിക്ഷയായിരിക്കണം. ഈ എല്ലാവരും അതിൻ്റെ അകത്ത് പ്രതിയാണ്. കുറേ നാൾ അവർ കോടതി കയറി ഇറങ്ങി വിട്ടുപോയാലും വേണ്ടില്ല. കയറി ഇറങ്ങി നടക്കുമ്പം മറ്റുള്ള അധ്യാപകർക്ക് അത് മാതൃകയാവും. അതിൽ ഇവിടെ മന്ത്രി ഉണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ, അവരെവിടെ ആയിരുന്നു? അതുപോലെ മെഡിക്കൽ ഡയറക്ടർ എവിടെ ആയിരുന്നു? അങ്ങനെയുള്ള കോളേജുകളിൽ എല്ലായിടത്തും ക്യാമ്പസിലെ പരിശോധന മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം ഒരിക്കലെങ്കിലും നടത്തണ്ടേ? അതൊന്നും ഇവിടെ നടക്കാറില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാന്ന് പോലും ഒന്നും അറിയത്തില്ലല്ലോ അവിടുത്തെ സാറുമാർക്ക്. അതുകൊണ്ട് ഇതിലെങ്കിലും ഗവൺമെൻറ്റും അതുപോലെ DGP ഉൾപ്പെടെയുള്ളവരും ആഭ്യന്തര വകുപ്പും ഇതിനെങ്കിലും നമുക്കൊരു പാഠം പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. എത്ര കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഇത് നഷ്ടപ്പെടുത്തുകൊണ്ട് നമ്മൾ കരഞ്ഞു. മാനസികമായി പീഡിപ്പിച്ച് ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ എത്ര പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ആ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവരൊക്കെ നല്ല ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുകയും നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്ന കുട്ടികളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആ ഒരു പ്രക്രിയ നടക്കേണ്ടടുത്ത് ഇതുപോലെ കുറേ തെണ്ടി പരീക്ഷകൾ വന്നിരുന്ന് ഈ കുട്ടികളെ നശിപ്പിക്കാനായിട്ട് കൂടിയ അധ്യാപകന്മാർ അവർക്ക് തോന്നിവാസം നടക്കുക. ഇഷ്ടം പോലെ അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. ഡോക്ടറേറ്റ് ഇവിടുന്ന് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ തോന്നിവാസം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് അതപ്പതിച്ച് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളെല്ലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.